എല്ലാവർക്കും നമസ്കാരം. ഈ ചൂടുകാലത്ത് രാത്രി നമുക്കൊരു സാലഡ് ഉണ്ടാക്കിയല്ലോ. ഒരു ഫ്രൂട്ട്സും അത്യാവശ്യം വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടുള്ള ഒരു സാലഡ് ഉണ്ടാക്കാം. അതിനായിട്ട് ഈ ചിയ സീഡ്സ് എടുത്തതിന് ശേഷം 2-3 ടേബിൾ സ്പൂൺ എടുത്ത് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് കുതിരാൻ വയ്ക്കുക. അതിനുശേഷം നമുക്കൊരു കട്ട തൈരിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അധികം പുളിയില്ലാത്ത കട്ട തൈര്. അതിനായിട്ട് ഒരു തുണി വിരിച്ചതിന് ശേഷം ഈ തൈരിലെ വെള്ളമൊക്കെ ഒന്ന് കളയണം. അതിനായിട്ട് നമുക്കിത് ഒരു തുണി വിരിച്ച് അടിയിൽ അരിപ്പ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ നല്ല വെള്ളം മുഴുവൻ പോയാൽ നമുക്ക് കട്ടയായിട്ട് നല്ല തിക്കായിട്ട് കിട്ടും. അത് നന്നായിട്ട് അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കാം. ഈ സാലഡിനായിട്ട് ഒരു ആപ്പിൾ എടുത്തു, ഒരു പ്രൊമഗ്രാനറ്റ്സ് എടുത്തു, ഒരു ക്യാരറ്റും എടുത്തു. ഇതൊക്കെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു. സാലഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയായി. ഇതിലേക്ക് ആദ്യം സാലഡിനായിട്ട് ചിയ സീഡ്സൊക്കെ കുതിർന്ന് വന്നു. നന്നായി ചെറുപയർ മുളപ്പിച്ചത് ഒന്ന് വേവിച്ചെടുത്തു. പച്ച കടിക്കുമ്പോൾ നമുക്ക് അത്ര ഒരു ടേസ്റ്റ് ഇല്ലെങ്കിലോ വിചാരിച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തു. പിന്നെ കുറച്ച് കോണാണിത്, അത് വേവിച്ചെടുത്തു. വേവിക്കാതെ നമുക്ക് കഴിക്കാൻ പറ്റില്ല, അതൊന്ന് വേവിച്ചെടുത്തു. ആപ്പിൾ കട്ട് ചെയ്ത്, ഒരു സവാള, ഒരു തക്കാളി, ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കം എല്ലാം ഇട്ടിട്ട് ചെറിയൊരു കഷ്ണം പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടി ചേർത്തിട്ട് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തു. പ്രൊമഗ്രാനേറ്റ് എടുത്തു. ക്യാരറ്റ് ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തു. ഇനി ഒരു വലിയ ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കുക. ആദ്യം ക്യാരറ്റ് ഇട്ട് കൊടുത്തു, പിന്നെ മുളപ്പിച്ച ചെറുപയറിട്ടു, വേവിച്ച കോൺ ഇട്ട് കൊടുത്തു, ഉള്ളി, തക്കാളി, ക്യാപ്സിക്കം ഇട്ട് കൊടുത്തു, പൊടിയായി അരിഞ്ഞ ആപ്പിൾ, ഇനി മാതള നാരങ്ങ ഇട്ട് കൊടുത്തു, ഇനി ചിയ സീഡ്സ് കുതിർത്തത് ഇട്ട് കൊടുത്തു. ഇനി അടുത്തത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. വളരെ കുറച്ച് ഉപ്പ് ചേർക്കുക. നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ തുണിയിൽ കെട്ടിവെച്ച് തൈരില്ലേ, പുളിയില്ലാത്ത തൈര്, അതും ചേർത്തി കൊടുക്കുക. കുറച്ച് പൊടിയായി അരിഞ്ഞ മല്ലിയിലയും ചേർക്കുക. ഇത് ചൂടുകാലത്ത് കഴിക്കാൻ നല്ലതാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ചൂടത്ത് രാത്രിയോ രാവിലെയോ ഒക്കെ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന സാലഡ് റെഡിയായി. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേൻ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഡേറ്റ്സും കുറച്ച് ചേർത്ത് കൊടുക്കുക. അത് വേണമെങ്കിൽ മതി കേട്ടോ, ഓപ്ഷണലാണ്. അങ്ങനെ ഡിന്നറിന് സൂപ്പർ ടേസ്റ്റിയായ സാലഡ് റെഡിയായി. സൂപ്പർ ഹെൽത്തി സാലഡ്.